ബീഹാറിൽ മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കി. ഓരോ വീട്ടിലും സർക്കാർ ഒരു ജോലി, കൂടുതൽ തൊഴിലവസരങ്ങൾ, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി തുടങ്ങി വമ്പൻ വാഗ്ദാനങ്ങളാണ് മഹാസഖ്യം നൽകുന്നത്. നാളെ രാഹുൽ ഗാന്ധി കൂടി പ്രചാരണത്തിനായി എത്തുന്നതോടെ തിരഞ്ഞെടുപ്പ് കളം പിടിക്കുകയാണ് മഹാസഖ്യത്തിന്റെ ലക്ഷ്യം. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടുറപ്പിക്കാനാണ് മഹാസഖ്യത്തിന്റെ നീക്കം. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയാണ് പ്രഖ്യാപനങ്ങൾ. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിനെ BJP പുറത്താക്കുമെന്ന് തേജസ്വി യാദവ്. अब नीतीश कुमार जी बिहार के मुख्यमंत्री बनने नहीं जा रहे। उन्होंने साफ तौर पे कहा कि अब विधायक दल के लोग विधायक तय करेंगे कि एनडीए का मुख्यमंत्री कौन होगा. നാളെ രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് എത്തുന്നതോടെ പോരാട്ടം കനക്കും. അതിനിടെ ബംഗാളിലും ബീഹാറിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോറിന് നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിശദീകരണം. ഓരോ കുടുംബങ്ങളിലും ഒരു സർക്കാർ ജോലിക്കാരൻ, കൂടുതൽ തൊഴിലവസരങ്ങൾ തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് മഹാസഖ്യം വോട്ടുറപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പട്നയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ.